സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ അന്നപൂർണ്ണ ട്രെക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. സോ ഇന്നത്തെ ദിവസം അഥവാ ഇന്ന് അവസാനത്തെ ദിവസം നമ്മുടെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന്റെ അവസാനത്തെ ഡേ ആട്ടോ. ഇന്ന് നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് കയറിയിട്ടുള്ള ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. പോകുന്നതിലേക്കുള്ള മഞ്ഞും സ്നോവും ടെമ്പറേച്ചറും എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് അഡ്വഞ്ചറസ് വീഡിയോ ഞാൻ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്നപൂർണ്ണ എങ്ങനെ എത്തിയിട്ടുള്ള എന്തെല്ലാം വിശേഷം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ലാസ്റ്റ് ബ്ലോഗിൽ നമ്മൾ ഏകദേശം ഗാൻഡ്രോക്കിന് ചോമനവും പോകുന്നതിനുള്ള ഒരു സ്റ്റേയിലായിരുന്നു നമ്മൾ വീഡിയോയിൽ മൊത്തം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്നത് രാവിലെ മോർണിംഗ് വ്യൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സ്റ്റേ നമ്മൾ രാവിലെ ആണ് ഏകദേശം ഒരു 4-5 മണി, ഏകദേശം 5 മണിക്ക് ശേഷം കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന പരിപാടിക്ക് മുന്നേ എടുത്ത് വെച്ച 2-3 വീഡിയോ ക്ലിപ്സ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഏകദേശം വൈകിക്കാതെ തന്നെ നമ്മുടെ ട്രെക്കിംഗ് പരിപാടി തുടങ്ങി. ഇന്ന് നമുക്ക് ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്കൊരു പോയിന്റിലേക്ക് ഏകദേശം എത്തണം. പറ്റുന്നോളം നമുക്ക് എത്താൻ പറ്റുന്നുള്ള മാക്സിമം നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് എത്തല്ല നമ്മളെ മെയിൻ ടാർഗറ്റ് കേട്ടോ. അന്നപൂർണ്ണ ട്രെക്കിങ്ങിനെ കുറിച്ച് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല രീതിക്ക് മടുപ്പും വെറുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് പിടിച്ചിക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാണ്. എന്നാലും നിങ്ങൾക്ക് മുകളിൽ എത്താനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ലോണം നിർത്തിയിട്ടിട്ട് വേഗം തിരിച്ചു പോകാനുള്ള മൈൻഡ് സെറ്റ് ഒക്കെ തോന്നും. പക്ഷെ ഒരിക്കലും അതിൽ നിന്നു വരുത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ടൈം എടുത്തിട്ട് അതിൽ സമയത്തോടെ നിങ്ങൾ മുകളിലെത്താൻ നിങ്ങളെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനായതായ മൈൻഡ് സെറ്റിൽ വെക്കട്ടെ. കാരണം പോകുന്നതൊക്കെ നല്ല രീതിയിൽ മടിയും ക്ഷീണവും ഓരോ റെസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാലുവേദന മുട്ടുവേദന എല്ലാം തന്നെ സഹിച്ച് പോകേണ്ടി കേട്ടോ. കാരണം ബാഗിന്റെ വെയിറ്റും കൂടി ഉണ്ട്. അതും ചുമന്ന് മുകളിൽ കയറാൻ അത്ര ഈസി ടാസ്ക് അല്ല. അപ്പൊ ഈ ക്ഷീണും കാര്യങ്ങളും കൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഏകദേശം എടുത്ത വീഡിയോസ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേ അടിക്കേണ്ട ഓപ്ഷനിലേക്ക് എത്തിയോണ്ട് തന്നെ നമ്മൾ ഏകദേശം ബാംബു എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തി. നമ്മൾ ചോമറോ നേരെ ബാംബുലേക്ക് സ്ട്രെയിറ്റ് നടന്നിട്ട് നല്ല ടാർഗറ്റ് പിടിച്ച് പോയതാണ്. നല്ല പണിയുണ്ടായിരുന്നു. ഏകദേശം അന്നത്തെ ദിവസം രാത്രി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് എണീച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ വീഡിയോസ് ഒക്കെ പകുതിയും മിസ്സിംഗ് ആണ്. കാരണം ആ ഒരു മൂഡിൽ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല. എങ്ങനെയെങ്കിലും മുകളിലെത്തണം എന്നുള്ള ഒറ്റ മൈൻഡ് മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. എന്തായാലും വൈകാതെ തന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ച് നമ്മൾ ബാംബൂന്ന് നേരെ നമ്മൾ ഒറ്റ വഴിക്ക് തന്നെ പിടിക്കാമ്പോൾ നമ്മൾ അന്നപൂർണ്ണ കയറാനുള്ള ഒരു ഒറ്റ മൈൻഡിലാണ് നമ്മൾ ഇറങ്ങിയത്. ബാംബൂന്ന് പോകുന്നതിലേക്കുള്ള കാഴ്ചകൾ ഏകദേശം ഒരു 2500 മീറ്ററോളം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. 3000 മീറ്ററും കൂടി എത്തിയാൽ ഇതിനേക്കാൾ നല്ല തണുപ്പും പിന്നെ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ പോകുന്നതിലേക്ക് നല്ല മഴയും കൂടി ഉണ്ട് കേട്ടോ. മഴ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ മഴേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകണം. അതേപോലെ തന്നെ പോകുന്നതിലേക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും, മലയോര കാഴ്ചകൾ എല്ലാം തന്നെ നല്ല അടിപൊളി സംഭവം കണ്ടിട്ട് പോകുന്നതിലേക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടാവും, കയറലും ഉണ്ടാവും, കയറ്റവും ഉണ്ടാവും, അതുപോലെ തന്നെ ഇറക്കും ഉണ്ടാവും. അതിൻ്റെതായ കുറച്ച് ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മുകളിലെത്തുന്നതിൻ്റെ ആ ഒരു ഭംഗിയും ഓരോ കാഴ്ചകളും സംഭവം അടിപൊളി തന്നെ ഒരു രക്ഷയില്ലാന്ന് തന്നെ എന്തായാലും പറഞ്ഞിട്ട് അത് പോയി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഒറ്റ മൈൻഡിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അന്നപൂർണ്ണ പിടിക്കണം എന്നായിരുന്നു ടാർഗറ്റ്. പക്ഷെ അത്ര വരെ നടക്കുമെന്നല്ല, പക്ഷെ പറ്റുന്നോളം ശ്രമിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 3200 മീറ്ററുള്ള ദെർവാലി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വേർപ്പൊക്കെ പോയി നല്ല രീതിയിൽ തണുപ്പുണ്ടാവും. വായിന്നൊക്കെ തണുത്ത കാറ്റ് വരാൻ തുടങ്ങും. അത്രക്കും തണുപ്പിനട്ടെ. 3000 മീറ്റർ എത്തുമ്പോൾ തന്നെ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ തിരി അത്രക്കും തണുപ്പുണ്ടാട്ടോ. നമുക്കിതാ മുഖത്തുള്ള മാസ്ക് പോലും റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അത്രക്കും തണുപ്പ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ആ സമയം. എന്തായാലും ഉയരം കൂടുന്തോറും ശ്വാസത്തിന് അളവ് വളരെ രീതിയിൽ കുറയും. അപ്പോൾ പോകുന്നതിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ദൂരെ തന്നെ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. അതിന്റെ കാഴ്ചകൾ നമുക്ക് ദൂരെ തന്നെ നല്ല വ്യൂവിൽ കാണാൻ പറ്റട്ടാ. എന്തായാലും നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എത്തണമെന്ന് വെച്ചാൽ അത് നടന്നിട്ടില്ല. ടാർഗറ്റ് കുറച്ച് ശ്വാസം മുട്ടലും ടെമ്പറേച്ചർ കാരണം നമ്മൾ MBC ഏകദേശം മച്ചിപ്പുച്ച ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് സ്റ്റേ പിടിച്ചട്ടാ. അപ്പൊ ഇന്നത്തെ രാത്രി ഹോട്ടലും ഫുഡും സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ചെലവഴിച്ചിട്ട് നാളെ പുലർച്ചയ്ക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ മൈൻഡിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പിടിക്കണം എന്നുള്ള ഒരു മൈൻഡിലായിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന് എത്തുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ എന്തായാലും കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് MBC വരെ എത്താൻ പറ്റുള്ളതുകൊണ്ട് ഈ വീഡിയോ MBC ക്യാമ്പ് വരെ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. MBC കാഴ്ചകളൊക്കെ കണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വ്ളോഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മൾ അന്നപൂർണ്ണ എത്തിയിട്ടുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ വരുന്നുണ്ടാവില്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുൾ അന്നപൂർണ്ണന്റെ ഡീറ്റെയിൽ അടുത്ത വ്ളോഗും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതുവരേക്കും നമ്മൾ സൈൻ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളെ പേജ് സബ് ചെയ്യാണ്ടൊക്കെ മറക്കണ്ട. മോൾ ഇതുപോലെ നേപ്പാൾ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്തായാലും കാണാം. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഡിഗി ദ വ്ളോഗർ.